ഞാനിപ്പോ വീണ്ടും കഴക്കൂട്ടത്തുനിന്ന് തിരിച്ചെത്തുമ്പോഴേക്ക്, അതായത് കഴക്കൂട്ടത്തായിരുന്നു നേരത്തെ തുടങ്ങിയത്, സിറ്റി മുഴുവൻ ഇതുപോലെ VS-ന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ കടന്ന് തിരിച്ച് കഴക്കൂട്ടത്തെത്തുമ്പോൾ എന്താണ് കഴക്കൂട്ടത്തെ ജനത്തിരക്ക് എന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം. ഒപ്പം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉള്ളവർക്ക് പറയാനുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി. റോഡിന്റെ ഇരുവശങ്ങളിലായി ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. VS-നെ അവസാന നോക്ക് കാണാനും വിപ്ലവകാരിക്ക് അർഹിക്കുന്ന ഈ നാടിന്റെ യാത്രയപ്പ് നൽകാനും വേണ്ടി ഈ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുവേണ്ടി വളരെ അക്ഷമയോടുകൂടി അവർ കാത്തിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ചന്തവള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സെക്രട്ടറി നമ്മളോട് ഇതിനെ പ്രതികരിക്കും. എപ്പോഴാണ് ഇത് എത്തുമെന്ന് അറിയിച്ചിരുന്നത്? 2:30 കഴക്കൂട്ടം ജംഗ്ഷനിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ 2:50 കഴിഞ്ഞ് 3:30 മണിയായിട്ട് തിരുവനന്തപുരം വിട്ടിട്ടില്ല. അപ്പോൾ ഏകദേശം പട്ടത്താണ് ഇപ്പോൾ എത്തിയതെന്നാണ് അറിയുന്നത്. ഇവിടെ 2:30 ആണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണണം എന്ന് പറഞ്ഞ് ആളുകൾ എത്താൻ പാർട്ടി നിർദ്ദേശം കൊടുത്തതെങ്കിലും ഏകദേശം 11:30 മണിയായപ്പോൾ മുതൽ തന്നെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ദർശിക്കാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും ഇവിടെ എത്തിച്ചേർന്നു. പക്ഷേ ഇപ്പോൾ അറിയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു 5 മണിയെങ്കിലും ആകും ഇവിടെ എത്താൻ എന്നതാണ്. അപ്പോൾ ഓരോ ജംഗ്ഷനിലും നീങ്ങാൻ കഴിയാത്ത രീതിയിൽ ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ട ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ജനക്കൂട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിയോടുകൂടി കൂട്ടം ജംഗ്ഷനിൽ എത്തും. VS എന്ന് പറയുന്ന ഒരു ഇതിഹാസമാണ്. AKGക്ക് ശേഷം ഇത്രയും ജനകീയമായ ഒരു നേതാവ്, ജനങ്ങളോടൊപ്പം പാവപ്പെട്ടവരോടൊപ്പം നിന്ന് അവരുടെ തോളിൽ കൈയിട്ട് പ്രവർത്തിച്ച ഒരു നേതാവ് AKGക്ക് ശേഷം VS ആണ്. ആ VS ഒരു ഇതിഹാസമായ ഒരു കഥാപാത്രമാണ്. സാധാരണ ഒരു വ്യക്തിയല്ല VS എന്ന് പറയുന്നത്. VS ഒരു പ്രസ്ഥാനം തന്നെയാണ്. VS പ്രസ്ഥാനമായി ഈ പാർട്ടിയിൽ നയിച്ച വ്യക്തിയാണ്. 102 വയസ്സ് വരെ ജീവിച്ചിരുന്ന മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന സമയത്ത് ഇറങ്ങി വന്ന 32 പേരിൽ ജീവിച്ചിരുന്ന ഏക മനുഷ്യൻ VS മാത്രമായിരുന്നു. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. ആ 32 പേരിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അവസാനത്തെ കണ്ണിയായ അദ്ദേഹവും ഇന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. സാധാരണ ജനതയ്ക്ക് കേരളത്തിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് VS രംഗത്ത് വന്നത്. ഒരു കാര്യം, കഴക്കൂട്ടത്തെ സംബന്ധിച്ച് VS-ന്റെ ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? കഴക്കൂട്ടത്തെ സംബന്ധിച്ച് VS നിരവധി പ്രാവശ്യം ഇവിടെ പൊതുയോഗങ്ങളിലും അതുപോലെ തന്നെ ഇലക്ഷൻ സമയത്തുമൊക്കെ തന്നെ VS നിരവധി പ്രാവശ്യം ഇവിടെ വരികയും അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് കഴക്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട മടവൂർപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ VS സന്ദർശിക്കുകയും അതിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്ന് അവിടെ മടവൂർപ്പാറ കാണുന്ന ആ വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം VS-ൻ്റെ സന്ദർശനവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതാണ് കഴക്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് VS ഉള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കഴക്കൂട്ടവുമായി ബന്ധപ്പെട്ട് VS-ന്റെ ഓർമ്മകളും ഒപ്പം VS-നെ അവസാന നോക്ക് കാണാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ അവർ അക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളതും. ഇനി എത്ര വൈകിയായിരുന്നാലും ശരി, അതായത് മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ഉച്ചയ്ക്ക് 2:30 ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം 3:30 മണി കഴിഞ്ഞു. 1 മണിക്കൂർ വൈകി. ആ 1 മണിക്കൂർ വൈകിട്ടും അവർക്ക് അതിൽ യാതൊരു തരത്തിലുള്ള സങ്കോചവുമില്ല. അത് എപ്പോൾ കടന്നു വന്നാലും അത് കണ്ടിട്ടേ മടങ്ങൂ എന്നുള്ളതാണ് കഴക്കൂട്ടത്തെ ഈ തടിച്ചുകൂടിയിരിക്കുന്ന ജനാവലികൾക്ക് പറയാനുള്ള കാര്യം. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പേർ നോക്കൂ, നിങ്ങൾ ഇവിടെ ഒരു മെയിൻ പോയിന്റായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കിലേക്കും കഴക്കൂട്ടം ജംഗ്ഷനിലേക്കും കടന്നു വരുന്ന വഴിത്താരയിൽ VS-നെ അവസാന നോക്ക് കാണാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പൂക്കളുമായിട്ടും ഒപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ID കാർഡ് ഉൾപ്പെടെ, അതായത് VS-ന്റെ കാർഡ് കുത്തി ദുഃഖാചരണത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വരുന്നതും അവസാന നോക്ക് കാണാൻ വേണ്ടി അവർ കാത്തിരിക്കുന്ന ദൃശ്യമാണ്. നിരവധി പേർ 500-ലധികം ആൾക്കാർ ഇപ്പോൾ തന്നെ കഴക്കൂട്ടത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഇത് ഇനിയും കൂടുമെന്നാണ് അറിയിക്കാനുള്ളത്. ഒപ്പം കഴക്കൂട്ടത്തെ സംബന്ധിക്കുന്നിടത്തോളം VS-ന്റെ
കാലഘട്ടത്തിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. അത് നേതാക്കന്മാർ പങ്കുവച്ചത് നിങ്ങൾ കേട്ടു. പലതവണ ഈ മണ്ണിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാൽപ്പാട് പതിഞ്ഞ ഈ മണ്ണിൽ വീണ്ടും അദ്ദേഹത്തിന് അവസാനമായി കടന്നു പോകുമ്പോൾ, കാലത്തിലേക്ക് മറഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട അന്തിമോപചാരം ആ മനുഷ്യന്, ആ വിപ്ലവകാരിക്ക് അർഹിക്കുന്നത് തന്നെ നൽകുമെന്നുള്ളതാണ് ഇവിടെ നിന്ന് ഇവർ പങ്കുവയ്ക്കുന്നത്.